രമേശ് ചേട്ടാ, എന്തോ രമേശ് ചേട്ടനും ധർമ്മജൻ ചേട്ടനും കൂടെ ഒരുപാട് സ്റ്റേജുകളൊക്കെ പെർഫോമൻസും സ്കിറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ടാണ് ഈ ഓഡിയൻസിനും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു വൈബാണ് നിങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് ഗംഭീരമായിരിക്കും എന്നൊക്കെ എനിക്കും അറിയാം, എല്ലാവരും പറയുന്നതുമാണ്. അപ്പം എന്റെ ഒരു സംശയമാണ് കേട്ടോ, എളിയ കലാകാരിയുടെ സംശയമാണ്, നിങ്ങൾ തമ്മിൽ വല്ല പിണക്കം ഉണ്ടാവാറുണ്ടോ? നമ്മൾ തമ്മിൽ അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ ചോദിക്കാൻ കാരണം ചിലപ്പോ പിണങ്ങിയാൽ 5 മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓ എന്റെ എന്താ സങ്കടം ധർമ്മ പുള്ളി ഇങ്ങനെ പല സംഭവങ്ങൾ ഇട്ടുകൊണ്ട് വരും. എന്റെ ഒരു അനുഭവം കൊണ്ട് പറയാം. ആ കൊച്ച് നമ്മൾ തമ്മിൽ പിണക്കം എന്ന് ചോദിച്ചുള്ളൂ. നമ്മൾ തമ്മിൽ പിണങ്ങേണ്ടി വരും. അതുകൊണ്ട് പറയണം, നീ ഇതിൽ ഇടപെടാതിരിക്കുകയാണ് നിനക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ കൂടെ എപ്പോഴുള്ള ആളല്ലേ, അപ്പൊ പുള്ളിയുടെ സങ്കടം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇടപെടാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഇല്ല, എന്താ മാമാ നീ ഇടപെടണ്ട. നീ അങ്ങനെ ഇടപെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണ്. കേശവമാമനെ കാണാൻ തുടങ്ങിയിട്ട് എന്ത് പറ്റി? ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. എന്ത് പറ്റി മാമാ? ഒന്നും പറയണ്ട, വീട്ടിലെ ഒരളിയൻ എന്നറിയാലേ, ഒരു കുറെ വർഷമായിട്ട് വാടകയ്ക്കാണല്ലോ. അപ്പൊ എനിക്ക് ലോൺ എടുത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് മെനകെട്ട അളിയൻ വന്നിട്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. എൻ്റെ ഭാര്യ എന്നെ ആയിട്ട് അടി കൂടിച്ച് ആ പൈസ കൊണ്ടുപോയി. ലോൺ എടുത്ത് വെച്ച് പൈസ അളിയൻ കൊണ്ടുപോയാ? അടി ഉണ്ടാക്കിയിട്ട് ഫുള്ളായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, അത് പാടിക്കോട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇടപെടരുത്. ഇടപെട്ടതിൽ സോറി. കവിത എനിക്കറിയാം, പാട്ടിലോ കവിതയിലോ ഇത് വരുമെന്നുള്ളത്. ധർമ്മം കേൾക്കണോ? എനിക്ക് സങ്കടങ്ങള് ഇല്ല മാമ, ഞാൻ സോറി. എന്താ സംഭവിച്ചെന്നുള്ളതിനെ എഴുതി വെച്ചൊക്കെയാണ് പറഞ്ഞില്ലേ? അല്ല ധർമ്മജൻ ചേട്ടാ, പാവല്ലേ, എനിക്ക് താല്പര്യമില്ല. അല്ല എന്റെ ഒരു റിക്വസ്റ്റ് പ്ലീസ്, കാരണം കരഞ്ഞു. പറഞ്ഞിട്ടാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ശരിക്കും മാമ പാടിക്കോ, പാവല്ലേ. എനിക്കറിയാം ഇത് ഇങ്ങോട്ടൊക്കെ എത്തുള്ളൂ. അല്ല ഒരു ചാൻസ് ആയിക്കോട്ടെ പാടിക്കോളൂ, എന്നെ നാണം കെടുത്തരുത് കേട്ടോ. പൊള്ളാച്ചിക്കാരാവ അണ്ണാച്ചി ബ്ലേഡ് ഒന്ന് വാങ്ങാൻ ഞാൻ. പൊള്ളാച്ചിക്കാരാവ അണ്ണാച്ചി ബ്ലേഡ് ഒന്ന് വാങ്ങാനാ. 5000 തന്നില്ലേലും ഒരു 2000 രൂപ താത്ത. 5000 തന്നില്ലേലും ഒരു 2000 രൂപ താത്ത. അടവല്ല മുടങ്ങില്ല അണ്ണാച്ചി. പൊള്ളാച്ചിക്കാരാവ അണ്ണാച്ചി ബ്ലേഡ് ഒന്ന് വാങ്ങാനാ. സർക്കാർ ചിലവില് വീടൊന്നു പണിയുവാൻ 50,000 കിട്ടി. അത് പുട്ടടിക്കാനായി തട്ടി. സൊസൈറ്റിക്കാരുടെ ബാങ്കിൽ നിന്നും അല്ലറ ചില്ലറ വാങ്ങി. എന്റെ വൈഫിന്റെ ആങ്ങള മോങ്ങി. ആപ്പിൾ ഫോണ് ഒന്നത് വാങ്ങാൻ കിട്ടിയ കാശ് താ അളിയാ. ഭാര്യ വന്ന് തെറിവിളി കൂട്ടി കാശുമായി പോയളിയൻ. അളിയന്മാർ ഇത്രയ്ക്കും ചെറ്റകളാണോ? പൊള്ളാച്ചിക്കാരാവ അണ്ണാച്ചി ബ്ലേഡൊന്നു വാങ്ങാനാ. 5000 തന്നില്ലേലും ഒരു 2000 രൂപ താത്ത. അടവല്ല മുടങ്ങില്ല അണ്ണാച്ചി. അടിപൊളിയല്ലേ ധർമ്മജൻ ചേട്ടാ. അളിയന്മാരെ പറ്റിയുള്ള പാട്ടാണ്. അങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റാണ്ടാണ്. സത്യമായ കാര്യം വിഷാടി, ഒരു ആപ്പിൾ ഫോൺ മേടിക്കാൻ ഈ പുള്ളി എൻ്റെ ആ പൈസ മേടിക്കുന്നു. ചേട്ടന് ആ ലെവലിൽ സങ്കടം ഉണ്ടെങ്കിൽ ചേട്ടനെ ദത്തെടുക്കാം. നല്ലൊരു ദത്തെടുക്കാന്നോ? പിഷാരടി എന്നെ മടിയിലിട്ടൊരു കൈക്കുഞ്ഞിനെ പോലെ താരാട്ട്. എന്നെ ദത്തെടുക്കല്ലേ, എന്നെ ആട്ടില്ലേ? ആട്ടിത്താൻ പറ്റത്തില്ല. കാരണം എനിക്കല്ല ദത്തെടുക്കുന്നത്. എനിക്ക് വീട്ടിൽ എന്റെ പിള്ളേരും ഭാര്യയൊക്കെ ആയിട്ട് തന്നെ സ്ഥലവും സൗകര്യം ഇല്ലാണ്ടിരിക്കുകയാണ്. എന്റെ ഇത് കേസമ്മാവൻ വന്നു കയറിയ അമ്മാവനാണല്ലോ. ഈ വേറെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ കുറെ സ്വത്തൊക്കെയുള്ള അമ്മാവനല്ലേ? കുറെ സ്വത്തൊക്കെയുള്ള അമ്മാവൻ. അപ്പൊ ഈ അമ്മാവൻ ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസം. അപ്പൊ അമ്മാവന് വയസ്സൊക്കെ ആയി വരുന്നു. കൂട്ടത്തിലൊരു തുണയുണ്ടെങ്കിൽ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ അമ്മാവനാണ് പറഞ്ഞത്, പറ്റിയ ആരെങ്കിലും കണ്ടാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന അമ്മാവന് ചെറിയ ഇതൊക്കെ ഉണ്ട്. ഒന്ന് ദത്തെടുക്കാനുള്ള പദ്ധതിയായിട്ട് എന്നോട് പറഞ്ഞു. ഈ അമ്മാവൻ എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഒരു ഇച്ചിരി മനുഷ്യ സഹജമായ ചില ദുശീലങ്ങളുണ്ട്. ഒരു ഇച്ചിരി സിഗരറ്റ് വലിയുണ്ട്,
കള്ളുകൂടിയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പുള്ളി പിഷാരിനെ പോലെ കഥ പറയൂ? അയ്യോ, എന്നെ പോലെ കഥ പുള്ളി പറയത്തില്ല. അപ്പൊ കുഴപ്പമില്ല, രക്ഷപ്പെട്ട്. അല്ല, അപ്പം പുള്ളിയുടെ കൂടെ നിൽക്കാൻ റെഡിയാണോ? എന്റെ ജീവൻ വരെ ഞാൻ കൊടുക്കും. ഉറപ്പ്? കൊടുക്കും ഞാൻ. എന്റെ ജീവൻ പോയാലും ഞാൻ പുള്ളിനെ സംരക്ഷിക്കും. പുള്ളിയുടെ സ്വത്തൊക്കെ കിട്ടും. കാരണം ലാസ്റ്റ് സ്വത്ത് എനിക്കല്ലേ ഇടണം. പുള്ളിയുടെ കൂടെ നിൽക്കാൻ ഞാൻ റെഡിയാണ്. നിൽക്കും, ഞാൻ നിൽക്കും. ഇനി എന്ത് പ്രകൃതി ഇടി വെട്ടി തകർന്നു വന്നാലും ഞാൻ പുള്ളൊപ്പം നിൽക്കും. കാരണം നമ്മൾ ഇന്നാള് ഇത് TT എടുക്കാൻ പോയപ്പോ അമ്മാവന്റെ ബ്ലഡ് പരിശോധിച്ചല്ല, ഞാനത് എന്റെ മറ്റേ അമ്മാവന് കൊടുത്തിരുന്നു. ഈ കൂടെ നിൽക്കുന്ന അമ്മാവന് ഞാൻ കേസ് അമ്മാവന്റെ ബ്ലഡ് കൊടുത്തിരുന്നു. എന്റെ അതെ, അപ്പൊ പുള്ളി ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞത് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കിഡ്നി ആ അമ്മാവന്റെ കിഡ്നിയുമായിട്ട് മാച്ചാണ്. അപ്പൊ അതൊരെണ്ണം കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ല. ജീവൻ കൊടുക്കാന്ന് പറഞ്ഞല്ലോ, ജീവനൊന്നും കൊടുക്കണ്ട, ഒരു കിഡ്നി അല്ലേ, ഒരു കിഡ്നി കൊടുത്താൽ മതി. അത് കറക്റ്റ് ആട്ടോ. എന്റെ കിഡ്നി പുള്ളിക്ക് വിറ്റ് കാശുണ്ടാക്കാൻ നോക്കണല്ലേ പിഷു? ശരിയാണത്. ഞാൻ 25 ലക്ഷം രൂപ മേടിച്ചിട്ടില്ല പുള്ളിയുടെ. ഞാൻ എന്റെ ജീവനൊന്നും കൊടുക്കാൻ ഞാനത് പോണില്ല. ബ്ലഡ് എടുത്തതും ഇത് പരീക്ഷിക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ TT എടുക്കുമ്പോൾ ഞാൻ ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തതും ഇതിനു വേണ്ടിയല്ല. ഞാൻ 25 ലക്ഷം രൂപ പുള്ളിയുടെ മേടിച്ചത് നിങ്ങളുടെ കിഡ്നി കണ്ടിട്ടല്ല. അതെ അതെ, പക്ഷെ നിങ്ങൾ അവിടെ നിൽക്കണം, അതെ നിങ്ങൾ അവിടെ പോയി നിൽക്കണം. ഞാൻ കാര്യം ചോദിച്ചോട്ടെ? രക്ഷപ്പെട്ടില്ലേ? അല്ലല്ല, രക്ഷപ്പെടണില്ല. എത്ര വർഷമായിട്ട് അറിയപ്പെടില്ല? 10-18 വർഷമായിട്ട് കൂടെ ഉണ്ട്. കൂടെ ഒപ്പം ഉണ്ട്, ഒരുമിച്ച് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. ഒന്നിച്ച് കിടന്നിട്ടുണ്ട് റൂമിൽ. എത്ര വർഷം കിടന്നു? പിന്നെ എത്രയോ കാലം. എന്റെ ഭാര്യനെക്കാട്ടും കൂടുതൽ ഞാൻ കിടന്നേക്കണത് വിഷാരുടെ കൂടെ. ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യട്ടാ മൊത്തം. എന്താ ഇനി ആ കരള വല്ലതും പോയിട്ടുണ്ടാന്ന് നോക്കി. ഹൃദയമില്ലെന്നുള്ളത് എനിക്കറിയാം. ഇതൊന്ന് ചെക്ക് ചെയ്തേക്ക്. വന്നൊക്കെയാണ് എന്നെ പറ്റിക്കാനായിട്ട്.